അമ്മ എന്താ ചെയ്യുന്നത്? നമ്മളിങ്ങനെ മോൻ സ്കൂളും വിട്ട് വരുമ്പോഴേക്ക് ഗോതമ്പത്തിന് ഒരു ഉണ്ട 4 മണിക്ക് ചായക്കാക്കി എടുക്കാലോ. ഗോതമ്പ് വറുത്തിട്ട് അതിനെ കൊണ്ടൊരു ഉണ്ട ഉണ്ടാക്കുക. പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് ശർക്കരയും തേങ്ങ ഇട്ടിട്ട് ഏലാക്കി എടുക്കേണ്ടതുണ്ട്. പിന്നെ ഏലക്കായി. ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട്. പാനൽ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അത് ഉരുക്കിയതെന്ന് വെച്ചാൽ അടിയിൽ മണ്ണുണ്ടാവും. എന്നിട്ടുള്ളപ്പോൾ ഈ തേങ്ങ ഇട്ടിട്ട് ഈ ശർക്കര ഒന്ന് വറ്റിക്കേണ്ടതുണ്ട്. എവിടെ കയറിയിരിക്കുന്നത്? ആരെയോ പാപ്പ ഉണ്ടാക്കുന്നത്? പിന്നെ എന്താ കഴിക്കണേ? ബിസ്ക്കറ്റ്. ആര് കുറച്ച് മുമ്പിട്ടാണ് കേട്ടോ എഴുന്നേറ്റ് വന്നത്. ഉറങ്ങായിരുന്നു. ഇവിടെയൊക്കെ മഴയാണ് കേട്ടോ. രാവിലെ തൊട്ടേ മഴ പെയ്യുന്നുണ്ട്. ഇങ്ങനെ തുടർച്ചയായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ വീടിന് ചുറ്റും വെള്ളം കയറും. വെള്ളം ഇതാ കയ്യെത്തുന്ന ദൂരത്തായി കേട്ടോ. കൂടിൻ്റെ ഉള്ളിലേക്കെല്ലാം വെള്ളം കയറുന്നുണ്ട്. നമ്മൾ താറാവ് മാത്രമേ പുറത്തുള്ളൂ. ഇപ്പോഴും കോഴികളെല്ലാം അതുകൊണ്ട് ഈ മഴക്കാലത്ത് നമ്മൾ കൂട്ടിൽ തന്നെയാണ്, പുറത്തേക്ക് ഇറക്കാറില്ല. രണ്ടാള് ആരാ? അമ്മമ്മ. അമ്മമ്മ. ഒരാളെടുത്താൽ മറ്റേയാളെ അമ്മമ്മ തന്നെ എടുക്കണം. തേങ്ങ നല്ലോണം കുറുകി വരുന്നുണ്ട് കേട്ടോ ശർക്കരയിൽ. കൈമൂടിയും ഇടുന്നുണ്ട്. ഒപ്പരം മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഇതെല്ലാം ലയിച്ച് ചേർന്നോളും. ഇത് തണിഞ്ഞിട്ടാണ് മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഗോതമ്പ് പൊടിയും ഇതും ഉണ്ട്. മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അടിച്ചിട്ട് വരാം. പൊടി ഇതിൻ്റെ കൂടെ ഉണ്ടോ? പൊടി ഇട്ടാലും കുഴപ്പമില്ല. ഇടണോ? കുറച്ചിട്ടൊക്കെ അടിച്ചാലും അടിച്ചാൽ അടിച്ച വന്നാലും പൊടി ഇട്ടാലും മതി. ഇനി ഇത് നല്ലോണം കുറച്ചും കൂടി പൊടിയിട്ടിട്ട് വേണേൽ നമുക്ക് കുഴക്കാം കേട്ടോ. ലൂസിനനുസരിച്ചിട്ട് മധുരം നല്ലോണം ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പൊടി ഇതിലേക്ക്. ഇത് വെള്ളത്തിൻ്റെ ഒരു നനവുള്ളത് കൊണ്ട് വേഗം ഉരുണ്ട് കിട്ടും. നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് വേഗം ഉരുണ്ട് കിട്ടും. വെള്ളത്തിൻ്റെ ഒരു നനവും കൂടി ഉള്ളതുകൊണ്ട്. ഇവിടെ വൈകുന്നേരമായിട്ടോ. നമ്മുടെ ഉണ്ട റെഡിയായി. നമുക്ക് കണ്ണനെ വിളിക്കാം. കഴിച്ചു നോക്ക്. അമ്മമ്മയുടെ സ്പെഷ്യലാണ്. അടിപൊളി സാധനമാണ്. സൂപ്പറാ സൂപ്പറാ. സൂപ്പറാണ്. സൂപ്പർ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.